കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു കസ്തൂരി മാൻമിഴി മലർച്ചരം പെയ്തു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു കസ്തൂരി മാൻമിഴി മലർച്ചരം പെയ്തു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. വീരശൂര പരാക്രമി. ഇവനെ കണ്ട ആപ്പിടി കൃമിയുടെ അത്രയല്ലേ ഉള്ളൂ. ഞാൻ എന്നാ പറഞ്ഞേ? എന്നാ പറഞ്ഞ? വീരശൂര പരാക്രമി. ഇതല്ല പരാക്രമി. അങ്കിളേ, ആള് ചെറുതായി പോയതാണോ പ്രശ്നം? ആറ്റം ബോംബ് വളരെ ചെറുതായിരിക്കും, പക്ഷെ അപാരമായ സ്ഫോടക ശേഷിയായിരിക്കും. അത് ആറ്റം ബോംബിന്റെ കാര്യം. നമ്മൾ അതിനെന്തിനാ ഏറുപടക്കത്തിന്റെ കാര്യം സംസാരിക്കുന്നേ? അതെയാണോ ചെറുക്കൻ? അതെ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടെന്നോ ഒരു കാര്യം പറയാം. മിമിക്രി നല്ല കഴിവുണ്ടെങ്കിൽ മാത്രമേ ഇവന് എന്റെ മോളെ കൊടുക്കുള്ളൂ. കഴിവേ ഉള്ളൂ. കംപ്ലീറ്റ് കഴിവുകളാ. എവിടാ? ഇവിടം തൊട്ട് ഇവിടം വരെ കഴിവാ, പക്ഷെ ഞെക്കി പിഴിഞ്ഞെടുക്കണം. ഇപ്പൊ തന്നെ പിഴിഞ്ഞ് പിഴിഞ്ഞ് നാരങ്ങയുടെ തൊണ്ടുപോലായി. ഇനി എവിടെ പിഴിയാനാ? ഒരു കാര്യം ചെയ്യാം, കഴിവാണല്ലോ എന്റെ കഴിവിനാണല്ലോ സംശയം. അതെ അതെ, അതേട്ട് കൊടുക്കട്ടെ. മറ്റേ ആ സംഭവമില്ല, മറ്റേ ഒരു പെണ്ണിന്റെ വീട്ടിൽ പെണ്ണ് ബോധം കെട്ട് വീണില്ല, ഒരു മിമിക്രി കേട്ടപ്പോ അതും കിട്ടു കൊടുക്ക. അനൗൺസ് ചെയ്തു. പ്രിയപ്പെട്ടവരെ, ശ്രീ കലാഭവൻ ജയൻ അവതരിപ്പിക്കുന്ന ശ്രീ വെസ്റ്റേൺ മ്യൂസിക്. ലോകത്ത് ആരെങ്കിലും വെസ്റ്റേൺ മ്യൂസിക്കിനെ ശ്രീ എന്ന് പറയൂ? നീ എവിടുത്തെ? വെസ്റ്റേൺ മ്യൂസിക്കിന് അത്രയും ബഹുമാനം വേണ്ട. നീ ഒറ്റൊരുത്തൻ കാരണം കല്യാണം കുളമാവും. മാറി പ്രബലക്കലാസ്ത്രങ്ങളെ അവതരിപ്പിക്കുന്നു ശ്രീ ഈ ചെറുക്കൻ ആലോചിക്കാതെയാണ് ഇങ്ങോട്ട് വന്നേ. നീ എന്നോട് ആലോചിച്ചിട്ടല്ലേ കൂടെ വന്നേ? എന്റെ മൂന്നനെ ഞാൻ മൈക്ക് ടെസ്റ്റ് ചെയ്ത് ഞാനും വിചാരിച്ച ഇവന് ശ്രീ ഇല്ലാത്ത വെസ്റ്റേൺ മ്യൂസിക്. ഓ, അത് വായിക്കൂടെ തന്നെ അല്ലേ പോയത്? വായിക്കൂടെ, ഉറപ്പാ വായിക്കൂടെ, ഉറപ്പായിട്ടും വല്ലാത്ത ശബ്ദം. ഇത്രയും പ്രതീക്ഷിച്ചില്ലല്ലേ? ഇത്രയും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. എന്റെ അമ്മച്ചിയാണ്, ഞാനും പ്രതീക്ഷിച്ചില്ല. അതെ, കണ്ടോ അയലൊക്കത്തുനിന്ന് വരെ കയ്യടി വരുന്നുണ്ടോ? താങ്ക് യു താങ്ക് യു താങ്ക് യു. ഓക്കെ ഓക്കെ ഓക്കെ, ഇതെനിക്ക് മനസ്സിലായി. ഇവൻ ഈ ഓന്തിന് മൂക്കുപൊടി കൊടുത്ത മാതിരി ഇവനെന്നെ കാണിച്ചു കിടന്നു. അതത് ഞാൻ അവതരിപ്പിച്ച ബ്രേക്ക് ഡാൻസ്. ഇത് ബ്രേക്ക് ഡാൻസ് അല്ല, ബ്രേക്ക് പോയ ഡാൻസ് എന്ന് പറയുന്നത്. അത് നിനക്ക്, ഞങ്ങൾക്കത് തുമ്പി തുള്ളലായിട്ടാ തോന്നുന്നു. സംഭവങ്ങളുണ്ട്. ഇതാണോ മിമിക്രി? ഒരു കാര്യം ചെയ്യാം, സിനിമാ നടന്മാരുടെ എന്റെ ഹൈറ്റും വെയിറ്റും ഒക്കെ വെച്ച ഒറ്റ നടന്നേ ഞാൻ ചെയ്യത്തുള്ളൂ. സുരേഷ് ഗോപി. സുരേഷ് ഗോപിയുടെ ഭരചന്ദ്രൻ IPS എന്ന് പറഞ്ഞ സിനിമയിലൂടെ സുരേഷ് ഗോപിയുടെ തിരിച്ചു. സുരേഷ് ഗോപിയെ കാണിക്കുന്നു. സുരേഷ് ഗോപിയുടെ പുറത്ത് പാണ്ടിലോറി കയറി വന്നു. അയ്യോ, എന്തൊരു കോമഡി. സുരേഷ് ഗോപിയുടെ കണ്ടുപോക്ക. സുരേഷ് ഗോപിയുടെ സൗണ്ട് നന്നായിട്ട് മിമിക്രി കാണിക്കാൻ, എന്നാലേ മോളെ കെട്ടിച്ച് തരത്തുള്ളൂ. ആക്ഷൻ ഇട്ടുകൊണ്ടുവരാ. പ്രിയപ്പെട്ടവരെ, കലാഭവൻ ജയൻ അവതരിപ്പിക്കുന്ന ശ്രീ സുരേഷ് ഗോപി. എന്ന് പോലും പറയാൻ അറിയാത്ത ഇവനാണല്ലോ സുരേഷ് ഗോപി കാണിക്കുന്നത്. എടുത്താ പൊങ്ങുന്ന കാര്യം വെടിവെച്ചതോ? നിന്നെ വെടിവെച്ച് കൊല്ലാൻ വേണ്ട. ഇതാണോ മിമിക്രി? പിന്നെ എടാ, ഞാൻ നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ്, അറിയാമോ? ഈ വീടിന് പേര് മിമിക്രി ഭവൻ എന്നാന്ന് ഞാനോട് പറഞ്ഞല്ലോ. ഇങ്ങനെയാണോ മിമിക്രി കാണിക്കുന്നത്? സിനിമാരന്മാരെ കാണിക്കുന്നത്? എടാ, സിനിമാതാരന്മാരുടെ ശബ്ദം എന്താണെന്നോ മിമിക്രി എന്താന്ന് നിനക്ക് വല്ല ഐഡിയ ഉണ്ടോടാ? മാക്രി മിമിക്രി ഞാൻ കാണിച്ചുതരാം. സിനിമാടന്മാരുടെ ശബ്ദം ഇങ്ങനെയല്ല കാണിക്കുന്നത്. നീ പഴയ ജനാർദ്ദന്റെ ശബ്ദം കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു പഴയ ജനാർദ്ദൻ ഉണ്ടോ? നിങ്ങളൊക്കെ ഇതല്ലേ പുതിയല്ലേ കേട്ടുള്ളൂ. എന്നാൽ പഴയ ഒരു ജനാർദ്ദൻ ഉണ്ട്, വില്ലനായിട്ട് അഭിനയിച്ച ജനാർദ്ദൻ. ഞാൻ 1-2 നമ്പർ കാണിച്ചു തരാം, എന്നിട്ട് കണ്ടുപഠിക്കും മിമിക്രി. മനസ്സിലായോ? പഴയ ജനാർദ്ദൻ സൗണ്ട് കേട്ടോ, പഴയ വില്ലൻ. Mr. Thomas,
ഇനി ഒന്നും നോക്കേണ്ട കാര്യമില്ല, അവനെ കൊന്നുകളയുക. ലക്ഷക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് അവൻ മൂലം നശിച്ചിരിക്കുന്നത്. നാളെ നേരം വെളുക്കുമ്പോൾ അവന്റെ കഴുത്തിൽ തലയുണ്ടാവാൻ പാടില്ല. എല്ലാം പറഞ്ഞതുപോലെ ഓർമ്മയിരിക്കട്ടെ. മനസ്സിലായോ? മനസ്സിലായോടാ? ഇങ്ങനെയാണ് സിനിമാടന്മാരെ കാണിക്കുന്നത്. അതേപോലെ തന്നെ മാമുക്കയുടെ സൗണ്ട് നന്നായിരുന്നു. നീ ചവിട്ടിയാ കൊന്നുകളഞ്ഞേ. ചവിട്ടി കൊന്നു കളഞ്ഞാ പിന്നെ ഞാൻ ഏതൊരു ചെറുക്കനെ കാണിച്ചുകൊണ്ട് നടക്കും. പിന്നെ അല്ലാണ്ട് ഒരു തെമ്മാട്ടിലും പറഞ്ഞാലോ? എടാ എന്തേലും ഡാ, കാണിക്ക. നീ കേട്ടോ, അതായത് ഇപ്പോ നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ മസ്റ്റാണ്. അത് മനുഷ്യന് മാത്രം പഠിച്ചാൽ പോരാ, മൃഗങ്ങൾ വരെ പഠിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്നിട്ട് നമ്മളൊരു പട്ടിയെ ഡാ പട്ടി പാടാ എന്ന് പറഞ്ഞ കേൾക്കില്ല. അതിന് പകരം come on ജിമ്മി stand up eating എന്നൊക്കെ പറഞ്ഞാലേ പട്ടി പോലും ആഹാരം കഴിക്കുകയുള്ളൂ. കഴിഞ്ഞ ദിവസം ഞാനൊരു വീട്ടിൽ പോയി, അവിടെ ഒരു പട്ടിയെ കണ്ടു. പട്ടി എന്നെ കണ്ടപാടൊരു ചോദ്യം ഇംഗ്ലീഷിൽ എന്നാ അറിയാമോ? WHO ഹൂ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന ആളാന്ന് പറഞ്ഞു. ഉടനെ പട്ടി അടുത്ത ചോദ്യം WHAT വാട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഉദ്ദേശം ഇന്നതാണെന്ന്. അത് പട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഉടനെ പട്ടി പറഞ്ഞറിയോ? ജിയോ ഗോ. മനസ്സിലായോടാ? ഇങ്ങനെ വേണം മിമിക്രി കാണിക്കാൻ. മറ്റേ സംഭവമില്ല, മറ്റേ സംഭവം ഇട്ട് കൊടുക്ക്. അച്ഛന്റെ മാസ്റ്റർ പീസ് ഇട്ടു. ഇനി ഞാൻ എന്റെ മാസ്റ്റർ പീസാണ്. വേറെ ഒന്നുമല്ല, കൊച്ചു കുട്ടികൾ ഉപയോഗിക്കുന്ന ഒരു സാധനം. എന്നാ? ചെറിയൊരു വിസിലിന്റെ ശബ്ദം. ഭയങ്കര ഒറിജിനാലിറ്റി ആയിരിക്കും, ഭയങ്കര. ഇത് കേട്ടിട്ട് ഒറിജിനൽ ആണെങ്കിൽ മാത്രം എനിക്ക് പെണ്ണെ. വിസിലിന്റെ ശബ്ദം നീ മര്യാദക്കൊന്ന് കാണിക്കണം. കണ്ണടച്ച് പിടിച്ചു എന്നിട്ട് ശബ്ദം ശ്രദ്ധിച്ചോ. ചെവി പൊട്ടിപ്പോവും. കണ്ണടച്ച് പിടിച്ചിട്ട് ശബ്ദം ശ്രദ്ധിക്കും. കണ്ണടച്ച് പിടിച്ചോ. കൊച്ചു കുട്ടികളുടെ ഫിസിലിന്റെ ശബ്ദം. കളസ്ലിയല്ലേ എങ്ങനെയുണ്ട്? ശബ്ദം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം ഇടാൻ. കലക്കി മോനെ കലക്കി. പ്രോഗ്രാം ഉറപ്പിക്കാമോ? പ്രോഗ്രാം ഉറപ്പിക്കാമോ? അല്ല കല്യാണം ഉറപ്പിക്കാമോ? മിമിക്രിക്കാരനാണല്ലോ. പ്രോഗ്രാം ഉറപ്പിക്കാവോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കല്യാണം ഉറപ്പിക്കാവോ? അങ്ങനെ എന്തായാലും അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഐറ്റം കാണട്ടെ. ഐറ്റം എന്ന് പറഞ്ഞ പെണ്ണിനെ കാണിട്ടെന്ന്. അതല്ല, ഒരു പെണ്ണ് വീട്ടിൽ കയറി വന്നിട്ട് അച്ഛനോട് ഐറ്റം കാണട്ടെ എന്നൊക്കെ പറഞ്ഞ ഒരു മര്യാദ. പെണ്ണിനെ കൊണ്ടുവരാം. പെണ്ണാണ്, അതാണ് ഉദ്ദേശിച്ചത്. ഞാൻ ഐറ്റം എന്ന് പെട്ടെന്ന് തെറ്റിദ്ധരിച്ചു. നടക്കട്ടെ. അപ്പൊ ഞാൻ മോളെ വിളിക്കാം. ഒരു മിനിറ്റ്. ഞാനും പെണ്ണും കൂടെ നടന്നു പോകുമ്പോ ആരും അയ്യേന്ന് പറയും. ഒരിക്കലും ചേർച്ച ഉണ്ടാവണം, അത് മാത്രമേ ഉള്ളൂ. ഇല്ല, പൈസയും പ്രശസ്തിയും ഒന്നും എനിക്ക് പ്രശ്നമില്ല. നീയും എന്റെ മോളും പോകുമ്പോ ആരും അയ്യേ എന്ന് പറയില്ല, അത് മാത്രം മതി. പിന്നൊരു കാര്യം, എന്റെ മോളായതുകൊണ്ട് പറയില്ല, സുന്ദരിയും സുശീലയും നല്ല അടക്കവും ഒതുക്കവും കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുവാ. ഞാൻ വിളിക്കാം. മോളെ മിമി, മിമിക്കുട്ടി. സ്റ്റേജ് കുലുങ്ങുന്നല്ലാതെ ഐറ്റത്തെ കാണുന്നില്ല. ഇവിടെ നോക്കടാ, ഇവിടെ നോക്കടാ. ഇതെന്താ ഇത്, ഓച്ചറക്കാളയോ? എന്നെ അതിന്റെ കാലിന്റെ ചോട്ടിൽ ഇട്ട് കൊടുക്കല്ലേ മൂന്നാനെ. എടാ വലിച്ചോണ്ട് വാടക കൊടുത്തേ. എന്നെ ഇടപാടാ ഇത്. എന്താ ഇത്, സഖ്യപർവ്വതോ? ഈ കറുത്ത പെണ്ണിനെ എനിക്ക് വേണ്ട. കറുത്ത വേണോ? എടാ തെമ്മാടത്തിനും പറഞ്ഞ അടിക്കാൻ മോന്ത വിളിച്ചു കളയും. ഉരുളക്കിഴങ്ങ് തൊലി വിളിച്ച് വിളിക്കുന്നത് എന്റെ മോളാണോ കറുത്ത പെണ്ണ് പറഞ്ഞത്? കണ്ണാടി എടുത്തേക്കോ. സംഭവങ്ങളൊക്കെ ഓക്കെ,
നീ വന്ന ഉടനെ എൻ്റെ മോളുടെ ഒരു ചുറ്റുവട്ടം കറങ്ങി എന്നാ. വീട്ടിൽ നിന്ന് അച്ഛൻ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു പെണ്ണിന്റെ ചുറ്റുപാടും ഒക്കെ ഒന്ന് നോക്കിയിട്ട് വരണം എന്ന്. അതെ, എന്നിട്ട് എങ്ങനെ ഉണ്ടാ? കുത്തബ് മീനാറിൽ ഒരു റൗണ്ട് അടിച്ച പോലെ ഉണ്ട്. മൂന്നാനെ ആ, ഇങ്ങോട്ട് നോക്കിയേ, കറക്റ്റ് ആയിട്ട് പറയണം. ചേർച്ചയുണ്ടോ എന്ന് പറയണം. വീട്ടിൽ ചെന്നിട്ട് പിന്നെ ഞഞ്ഞാ പിഞ്ഞാന്നൊന്നും പറയണം. പറഞ്ഞാട്ടല്ലോ ചേർച്ച ഉണ്ടെന്ന് ഞാൻ പറയാം. ഇങ്ങോട്ട് പാടി. എങ്ങനെയുണ്ട്, ചേർച്ചയുണ്ടോ? ചേർച്ച ഉണ്ടോന്നോ? ആ, ഇപ്പൊ എന്റെ ചെറുപ്പകാലം എനിക്ക് ഓർമ്മ വരുന്നേ. അതെന്താ? എന്റെ അച്ഛന്റെ കൂടെ ഉത്സവത്തിന് പോകുമ്പോ ആനയുടെ പുറകിൽ പിണ്ടം കിടക്കുമ്പോൾ തോന്നുന്നുണ്ട്. ഛേ, തെമ്മാടിത്തരം പറ, അതുകൊണ്ട് കേട്ടോ. എന്തായാലും വാക്ക് മാറരുത്. എന്താ അച്ഛന്റെ മുഖം വല്ലാതെ? അല്ല, വേറൊന്നും അല്ലടാ പോയി. അതായത് എൻ്റെ മോളെ കാണാനേ നല്ല കഴിവും നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള ഒരുപാട് മിമിക്രിക്കാർ പുറത്ത് വന്നിട്ടുണ്ട്. അത് വെച്ച് നോക്കും, നീ ഇത്രയല്ലേ ഉള്ളൂ, അത്ര കഴിവില്ല. അതെ, അവന്മാർക്ക് കഴിവും ഹൈറ്റും പൊക്കമൊക്കെ ഉണ്ടായിക്കോട്ടെ, ബുദ്ധിയിലല്ലേ കാര്യം ഇരിക്കുന്നത്. എന്നാ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അവന്മാർക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നീ വെല്ലുവിളിക്കാണോ? അതെ. എന്നാ ഒരു കാര്യം ചെയ്യ്, അവന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നീ ചെയ്യണ്ട. അവർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം നീ ചെയ്താൽ മതി. ഒരു കാര്യം മതി. മറ്റേ സംഭവം ചെയ്ത് കൊടുക്ക. സിമ്പിൾ അല്ലേ? എന്നാ കാണിക്കണം. കാണിക്കാം. പക്ഷെ ഒരു കാര്യം, ആ, അവരത് ചെയ്താൽ ഞാൻ തോറ്റു. ഓ. പക്ഷെ ഞാൻ ചെയ്താൽ ഈ പെണ്ണിനെ എനിക്ക് കിട്ടണം. തീർച്ചയായും കടിച്ചു. ഉറപ്പാണല്ലോ? വാക്ക് വാക്കാണല്ലോ. വാക്ക് പിന്നെ അവസാനം വാക്ക് മാറരുത്. ഇല്ല. ഉറപ്പാണല്ലോ? ആ, മോളെ catch me. ഓ, 10 നില കെട്ടത്തിൽ നിന്ന് താഴോട്ട് നോക്കുന്ന പോലെ. എന്നാണ് കഴിവ് നീ കാണിക്കുന്നത്? ഇതുപോലെ ഇരിക്കാൻ ആ പീറകളെ കൊണ്ട് സാധിക്കുമോ? അതില്ല. അമ്മാവാ, ആ, ഞാൻ ഉയരങ്ങളിൽ ഇരുന്ന് സ്വയം പുകഴ്ത്തുവാന്ന് വിചാരിക്കരുത്. ഓ, അമ്മാവന്റെ മോക്കിപ്പോ ഒരു വെടിക്ക് 2 പക്ഷിയെ കിട്ടിയേക്കും. അതെങ്ങനാടാ? ഭർത്താവിന് ഭർത്താവുമായി, ആ. കൊണ്ടു നടന്ന് ലാളിക്കാൻ കൈക്കുഞ്ഞുമായി. ഇത് ഉറപ്പിച്ചു.